ആ സോറി എന്ത് ഇൻട്രോ ഇൻട്രോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. തേങ്ങ കിട്ടുന്നു. ഇതില് ഞാൻ പൈസ അല്ല നോക്കുന്നത്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും യാത്ര ചെയ്യാം ജീവിതത്തിൽ. 10,000 ചെലവാക്കിട്ടോ നമ്മളങ്ങനെയല്ല. ഫ്ലൈറ്റിൽ കയറണമെങ്കിലും ഫ്ലൈറ്റിൽ കയറണം, കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണണം. ഉമ്മർക്ക് പോകുമ്പോ പൈസക്കാർക്ക് എന്താകാലോ, പൈസക്കാർക്ക് എന്താകുമല്ലോ എന്നല്ല. ഇതിപ്പോ എനിക്ക് വരുന്ന കമന്റ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് ഗൈസ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകണം. ഞാൻ ഒരുപാട് വട്ടം കയറിയിരിക്കണം. ഉമ്മ 13-ാം തീയതി 12-ാം തീയതി ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വില കുറയോ നോക്കാൻ വേണ്ടിട്ട് നിക്കായിരുന്നു ഗൈസ്. നടന്നു പോവുകയെ അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ഇന്നലെ ഒന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പൊ നല്ല പണിത്തിരക്കാണ്, ജോലി തിരക്കാണ്, അതിന്റെ ഓരോ ഓട്ടത്തിലാണ്. അതിന്റെ കൂടെ വീഡിയോസ് ഇടാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട് വീഡിയോ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടോളി എന്ന് പറയുമ്പോൾ ഓലൊന്നും ഇടുന്നില്ല. അപ്പൊ പിന്നെ ഇതിനൊക്കെ ഞാൻ തന്നെ ഓടാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഓക്കെ, ജോലിയുടെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ വർക്ക് ഉണ്ട്, പിന്നെ അവിടെ കിഡോപ്പി ഉണ്ട്, പിന്നെ വേറൊരു സംഭവം തുടങ്ങാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓട്ടത്തിലാണ്. ഇങ്ങോട്ട് പോയി നിങ്ങളെ കാണൂല ഇപ്പോൾ. ഒരുപാട് ഓട്ടത്തിലാണ്. ഇപ്പം ഇവര് പറഞ്ഞ മാതിരി എന്തിനാണ് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് എല്ലാവരെയും കൊണ്ടുപോകുന്നതെന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പൈസ ഉണ്ടാക്കണതും ഇതാക്കണതൊക്കെ എന്തിനാ? നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ കാണാൻ, നമ്മുടെ പട്ടിണി മാറാൻ, നമുക്ക് എല്ലാ സൗകര്യത്തോടും ജീവിക്കാൻ, അടുത്തവരെ സഹായിക്കാൻ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ പൈസ. അല്ലാതെ മരിച്ചു പോകുമ്പോൾ നമ്മളിതൊന്നും കൊണ്ടുപോകാൻ നിൽക്കില്ല. പിന്നെ ഞങ്ങൾ ഗുജറാത്തിൽ സൂറത്തേക്ക് പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പൈസ ചിലവാക്കാൻ വേണ്ടി ടൂറ് പോകുന്നതല്ല. നമുക്ക് അവിടെ ഒരു പ്രൊമോഷൻ വർക്കിൻ്റെ ഒരാവശ്യം, അതായത് ഒരു ഹോൾസെയിൽ ടീമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് അങ്ങോട്ട് പോക്കുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ സംഭവം വന്നതാണ്. അന്ന് എന്താ ഉണ്ടായി? അന്ന് ഇവള് പ്രഗ്നൻറ്റ്, അതേമാതിരി കുട്ടി, നമ്മുടെ കുട്ടി എന്നല്ലാണ് വാപ്പ ഹോസ്പിറ്റൽ, അങ്ങനത്തെ കുറേ കേസുകൾ വന്നിട്ട് ഞാൻ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നും നമുക്ക് ഗൾഫിലേക്ക് പോകാനുള്ള ഓഫർ വരെ വന്നായിരുന്നു. അന്നത്തെ സാഹചര്യം നമ്മുടെ മോശമായിരുന്നു. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ആ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നമ്മളെന്തായാലും ആ ഒരു ഓഫറും കാര്യങ്ങളും വിടണില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ, അതായത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോയില്ലാന്നുണ്ടെങ്കിൽ എനിക്കത് ലാഭമാണ് ഗൈസ്. കാരണം ഇവർക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അലേക്ക് വരെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ഉണ്ട്. അതായത് നേരെ പകുതി ടിക്കറ്റ് വരും. ഒരു 4,000 രൂപയോളം അലേക്ക് എന്തായാലും വരും. 4,000-5,000 രൂപയോളം അലേക്ക് അങ്ങോട്ട് വരും. പാസ്പോർട്ട് വേണോ? അല്ല, ആധാർ കാർഡ് മതി. ഇന്ത്യയിൽ പോകാൻ പാസ്പോർട്ട് വേണ്ട. നിങ്ങൾക്ക് ഉമ്രക്ക് പോകാൻ പാസ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാ നമ്മൾ ഒന്നില്ലെങ്കിൽ 18-ാം തീയതി കയറണിച്ചിട്ടാണ്, അല്ലെങ്കിൽ 19-ാം തീയതി. 19-ാം തീയതിയാണ് നമുക്കവിടെ പ്രോഗ്രാം ഉള്ളത്. എന്തായാലും 18-ാം തീയതി പോയി ഒരു ദിവസം റെസ്റ്റ് എടുത്ത് 19-ാം തീയതി അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരണം എന്നുള്ള പ്ലാനാണ്. കാരണം ഓൾക്ക് 24-ാം തീയതി ഓളെ ഫാമിലിയിലെ കല്യാണം, അല്ലേ, കസിൻ്റെ കല്യാണം. അതിൻ്റെ ഓരോ ഓട്ടങ്ങളുണ്ട്. ഇപ്പം ഇന്ന് ഓളോട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ അല്ല അനക്കല്ലോ മെയിന്. എൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കുടുംബത്തിൽ, അല്ലേ, അമ്മാൻ്റെ ആങ്ങളുടെ കുട്ടിയാണ്. അപ്പം നമുക്കൊക്കെ ക്ഷണമുണ്ട്, എന്നാലും മെയിനായിട്ട് ഓൽക്കാണല്ലോ. അപ്പോൾ അതായത് ഓൽക്ക് എന്തൊക്കെ ഓല് പ്ലാനിങ് ഒക്കെ ഒരുക്കിക്കണ്, അല്ലേ, പറയണോ? വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഗൈസ് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ള ഇത് തീരുമാനിച്ചു. കാരണം ഇതുമൊന്നും എനിക്കൊരു ലാഭമില്ല. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് നഷ്ടമല്ല എന്നാൽ ലാഭമില്ല. ഇവരൊക്കെ കൊണ്ടുപോകും ചെയ്യുക, ഇവർക്കൊക്കെ ആ സ്ഥലങ്ങൾ കാണാം, ഫ്ലൈറ്റിൽ കയറാം. ഫ്ലൈറ്റിൽ കയറാൻ പേടിയുണ്ടോ? ജീവൻ വിട്ട കളിയാണ്. ഫ്ലൈറ്റ് കയറുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. അങ്ങനെയല്ല, ആദ്യമായിട്ട് കയറുന്നവർക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഒരു ജാക്കറ്റ് ഇട്ടൊരു പെണ്ണ് ജാക്കറ്റ് ഇട്ടിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും. നമ്മൾ പാറി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. താഴത്തേക്ക് പോയാൽ പിന്നെ ഓര് എടുക്കാതെ കടലിന്റെ മുകളിൽ കൂടെ ഉള്ള പണിയാണ്. ഫസ്റ്റ് കയറുന്നവർക്കുള്ളൂ. ഞാൻ അന്ന് ദുബായി പോയിട്ട് ആ കുടുങ്ങിയില്ലേ,
നിങ്ങളൊപ്പം കൂടും ഞാന്. ഞങ്ങളപ്പല്ലേ ഇരിക്കുക. പിന്നെ അമ്മായിരോടക്കല്ലേ പോണത്. അത് ഫ്ലൈറ്റില് ഇവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീനും ഉണ്ടാവുക, അലേഹ പിന്നെ ആരെങ്കിലും മടിയിലുണ്ടാവുക, അങ്ങനെയാണ് ഇരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒറ്റക്കാവും ഉണ്ടാവുക. പിന്നെ ആ ഹെയർ ഹോസ്റ്റ് ഇംഗ്ലീഷ് ആവും പറയുണ്ടാവുക. അത് പറയുന്നത് കേട്ടുന്നോളൂ, അല്ലെങ്കിൽ ഞാനവിടെ പോയിട്ട് വള്ളത്തിൽ ചടിമാരി എന്ത് അത് ഇവിടെ കുഞ്ഞമ്മേന്റെ കടയല്ല, ഹെലികോപ്റ്ററാണ് അത്, അല്ലെ എയർപ്ലെയിൻ ആണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര രസകരമായ പോക്കാവും. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഈ അടുക്കളയും ഈ സിറ്റ് ഔട്ടും ഈ വീടിന്റെ ഉള്ളും ഒന്നില്ലെങ്കിൽ ഇങ്ങനെയല്ലേ കാണുള്ളൂ. ഒന്ന് നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വ്ളോഗ്സും നമ്മൾ ഗുജറാത്തിൽ നിന്ന് ചെയ്യുന്നതാവും, അതുപോലെ ഫ്ലൈറ്റിൽ നിന്ന് ചെയ്യുന്നതാവും. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന പിന്നെ അവിടെ ഉള്ളൊരു പട്ടിണി എടുക്കല്ലേ. അതായത് തിന്നാൻ കിട്ടും, ഇവിടുത്തെ ഭക്ഷണമാവില്ല, ചിലപ്പോ ഡാള് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാവും. ചേരെ തിന്നണ നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണമെന്ന് കാരണവന്മാര് പറഞ്ഞേക്കണേ. അതുകൊണ്ട് നിങ്ങളതൊക്കെ തിന്നാൽ മതി. അതായത് ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ സംഭവം ഇതാണ്, നിങ്ങളെയും കൂടി ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാം. കാരണം എന്നും നമ്മളിങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന അലേഹ, പിന്നെ ഉമ്മ, പിന്നെ ഞാൻ ഞാനൊക്കെ കുറേ വട്ടം കയറിയിരിക്കണേ അല്ലേ. അപ്പൊ ഇവരൊന്ന് കയറ്റി ഇവരെ എക്സ്പീരിയൻസ് ഇങ്ങനെ കേറുമ്പോ അടിവയറുന്നൊരു ഇളകലുണ്ട്. അപ്പൊ പമ്പേഴ്സ് മസ്റ്റാണ്. ഉമ്മ അത് ഇമാജിൻ ചെയ്യാൻ ഇനിയിപ്പോ ആരെങ്കിലൊക്കെ പറഞ്ഞു തരും. ഉമ്മാക്ക് ഒന്നാമത് ഉമ്മ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് ഈ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ അടുത്തത് ഉംറക്കുള്ള ഫ്ലൈറ്റ് ആണ്. അപ്പൊ ആദ്യം ഒരു ട്രയൽ ഉമ്മാക്ക് കൊടുക്കുകയാണ് അല്ലേ. മറ്റേ പോകുമ്പോ നിങ്ങൾക്ക് ഇന്ന് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാല് നിങ്ങൾ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഉമ്രക്ക് പോകണമെന്ന് ഉമ്രയെക്കാളും ടെൻഷൻ നിങ്ങൾക്ക് ഫ്ലൈറ്റ് കയറണം. ഇത് നിങ്ങൾക്ക് ആ ടെൻഷൻ മാറും. ഉമ്മ എന്താ പറഞ്ഞത് അറിയോ, ഉമ്രക്ക് പോകുമ്പോൾ ഞാനും ഇവരൊക്കെ കൂടെ വേണമെന്ന് പറഞ്ഞ്. ഇപ്രാവശ്യം എന്തായാലും എനിക്ക് കൂടെ പോകാനും ഇവർക്കൊന്നും കൂടെ പോകാനുള്ള സാമ്പത്തികത്തിന് മാത്രമല്ല സാഹചര്യം ഇല്ല. അപ്പൊ പിന്നെ ഇൻഷാ അല്ലാഹ് ഇത് ഒരു ഗ്രൂപ്പിന്റെ ഒപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉംറ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു ടീമായി കൊണ്ടുപോയി എല്ലാം ചെയ്യിപ്പിച്ച് വരും. അപ്പൊ ആദ്യം നിങ്ങൾ എന്താക്കുക, എല്ലാം ചെയ്ത് വരിക. അതിന് ആദ്യത്തെ കടമ്പാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സൈക്കിളോട്ടി പോകാൻ കഴിയുമല്ലോ, ഹെലികോപ്റ്ററിൽ തന്നെ പോകാം, വിമാനത്തിൽ പോകണം. ഗുജറാത്തിലേക്ക് ആദ്യം പോകല്ലേ. വേറെ രസമുണ്ട്, ഗൾഫിലേക്ക് ഇരിക്കണേക്കാളും ദൂരം ഇന്ത്യയിൽ കറങ്ങണം. അതായത് 5.5 മണിക്കൂറോളം നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്. 5.5 മണിക്കൂർ അത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ടാണ് വരിക. ഇവിടുന്ന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഗുജറാത്തിലേക്കാണ്, സൂറത്തിലേക്ക്. സൂറത്തിൽ ഡ്രസ്സിൻ്റെ ഒക്കെ വില കേട്ടുകഴിഞ്ഞാൽ നമ്മൾ കണ്ണുള്ളി പോകും ഗൈസ്. അപ്പോൾ ഒക്കെ ഞാൻ വഴിയെ ഇട്ട് തരാം എന്തായാലും ഇൻഷാ അല്ലാഹ്. അതൊക്കെയാണ് കുറച്ച് ഡ്രസ്സ് കൊണ്ടിട്ട് അങ്ങോട്ട് ഇവിടെ വെക്കുക, ഇതിന്റെ പൈസ കിട്ടുമല്ലോ. എന്താ ഐഡിയ. അവൾക്ക് ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾക്ക് പറഞ്ഞത് 13,000 രൂപയാണ് ഇന്നലെ. അപ്പൊ എനിക്ക് അങ്ങോട്ട് 13 ഇങ്ങോട്ട് 13 ആകുമ്പോ എനിക്ക് തന്നെ ആയി എത്ര, 26. ഓൽക്കും 26, ഉമ്മാക്കും 26, അലേക്കൊരു 10. അപ്പൊ പൈസ എത്രയായി? പക്ഷെ അവരെന്താണെന്ന് വെച്ചാൽ അവർ ഈ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടി കണക്കാക്കിയിട്ടുള്ള എമൗണ്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകണം. അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പോകില്ല. കാരണം എനിക്ക് ഒറ്റക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലാഭം ഒക്കെയാണ്. പക്ഷെ എനിക്ക് എല്ലാവരെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് നഷ്ടമാണ്. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് പോലെ നമ്മളെ ഫാമിലി ഈ സ്ഥലങ്ങളൊക്കെ കണ്ടോട്ടെ, ഓൽക്കൊക്കെ ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ലൈഫിൽ കിട്ടാനുള്ളൂ എന്നുള്ള ഒരു ഇതാണ്. കാരണം നമ്മളിങ്ങനെ ഫ്ലൈറ്റിലും കറങ്ങുക, ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മളെക്കാൾ മുന്നേണ് യാത്രകൾ. ഓക്കെ, അവര് പിന്നെ വേറെ കാര്യം കൂടി, ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഫ്ലൈറ്റിൽ 5 മണിക്കൂറുള്ള ട്രെയിനിൽ നമുക്ക് ഗുജറാത്ത് നമ്മൾ എത്തിയിട്ടില്ല. കാശ്മീർ പോകുമ്പോ ഗുജറാത്ത് എത്തൂലല്ലോ. ഇല്ല, നമ്മള് ഗുജറാത്ത് പോയിന്, അജ്മീർ പോയിന്, സൂറത്ത് ഒക്കെ നമ്മൾ കറങ്ങിക്കണേ. അതായത് നമ്മൾ അന്ന് അജ്മീറിലൊക്കെ ഇറങ്ങിക്കണേ. ഇത് അജ്മീറിന്റെ അടുത്താ. പക്ഷെ നമുക്ക് അവിടെ കയറാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം. അജ്മീർ കയറാൻ പറ്റില്ലേ? അതായത് എവിടെയാണ് ഫ്ലൈറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ പോകുന്നുണ്ട്, കാര്യങ്ങൾ അറിയിക്കുകയാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന ഉമ്മാൻ്റെ എക്സ്പീരിയൻസ് ഉമ്മ അറിയിക്കുന്നതാണ്. എന്തൊക്കെ ഉണ്ടായി തീരുന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഒന്നാമത് നമ്മളെ എൻ്റർടൈൻമെൻ്റ് ആവുന്ന കൂട്ടത്തിൽ
നിങ്ങളെയും കൂടി കുറച്ച് ദിവസം നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് മെയിൻ ഉദ്ദേശം. ഇനി ഇതിലാരും പൈസൻ്റെ ഊക്കാണ്, പൈസൻ്റെ ഞങ്ങളിപ്പാണെന്ന് ആരും പറയരുത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള പൈസ ഒരു സെറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ലാഭമൊന്നുമില്ല. നഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ നഷ്ടമില്ല. ഒരു സ്ഥലം കാണാൻ പറ്റുന്നു, നിങ്ങൾക്കും കാണിച്ചു തരുന്നു, നമ്മളും അത് അനുഭവിക്കുന്നു. ലൈഫിൽ ബന്ധപ്പെട്ട ഓരോ സന്തോഷങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ മൂലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട് അല്ലേ. എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് മഴ ഒന്നുകൂടി ചോദിച്ചാൽ നിങ്ങൾ എക്സൈറ്റ്മെൻറ്റിലുണ്ടോ ഫ്ലൈറ്റ് കയറാൻ? എക്സൈറ്റ്മെൻറ്റാ? അത് പറഞ്ഞാൽ അതിലൊരു പെണ്ണ് ഇങ്ങനെ നിൽക്കും, അര ട്രൗസർ ഇട്ടുങ്ങാണ്ട്. അതിനോട് പറയും ഇങ്ങനെയൊക്കെ കാണിക്കും, ജാക്കറ്റ് ഇടാനൊക്കെ പറയും. അതായത് പ്ലെയിൻ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നേരെ നോക്കി നിൽക്കുക. ഫ്ലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മേഘത്തിന്റെ ഇടയിൽ കുടുങ്ങും. അല്ല, അതിലാ എയറോസ് ചെയ്യുന്ന കണ്ടുക്കണോ? ഉള്ളു കയറി ഇംഗ്ലീഷാ പറയാ. അവിടെ നിന്നിട്ട് എന്ത് പറയൂ, കൈ ഇങ്ങനെ കാണിക്കൂ, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കും. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും. പിന്നെ എന്താ സ്വിച്ച് കാണിച്ചു തരും. അതൊക്കെ മൈൻഡിൽ വെക്കണം. പിന്നെ അഥവാ ജനല്, പിന്നെ KSRTC പോണ മാതിരി ജനല് തുറക്കരുതാണ് കേട്ടോ. തുപ്പാനൊക്കെ വേണ്ടിട്ട് നോക്കുക. ഇമ്മക്ക് വണ്ടി കയറി തുപ്പണ സുഖണ്ട്. ഫ്ലൈറ്റ് കയറിയിട്ട് അങ്ങനെ ജനല് തുറന്ന് തുപ്പിയാ കഴിഞ്ഞ്. പിന്നെ ഗുജറാത്തൊക്കെ അല്ല, സൂറത്തൊക്കെ പോകേണ്ടി വരും നമ്മള്. അവിടെ ഒന്ന് ഒരു ടിക്കറ്റ് ക്യാൻസല്. വണ്ടി കയറി അപ്പൊ തുപ്പണോ? പിന്നെ ടോയ്ലറ്റൊക്കെ അടിപൊളിയാ, ഫുള്ള് ഫ്രഷാ. ഞാനൊക്കെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എൻ്റെ ആദ്യത്തെ ഡൗട്ടായിരുന്നു ഈ വിമാനത്തിൻ്റെ ഒക്കെ ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടാവുകയെന്ന്. ഫുൾ കാറ്റ് മാത്രമേ വരിക. പിന്നെ ഒരു ടിഷ്യൂ, വെള്ളമില്ല, ടിഷ്യൂ ഉള്ളു അല്ലേ? ടിഷ്യൂ ആണ്. ഞാൻ പോയടുത്ത് ടിഷ്യൂ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര രസമാവും. ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളത്തെ എല്ലാ വീഡിയോസും ഞാൻ എടുക്കുന്നതാവും, എല്ലാ രസങ്ങളും നമ്മൾ എടുക്കുന്നതാവും. ഓക്കെ, അപ്പൊ എന്തായാലും അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് എന്താക്കാനുള്ളത്. കുറെ ഇനി വേണം ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന വീഡിയോസിൽ സസ്പെൻസ് ആയിട്ടുള്ള വീഡിയോസ് വരാനുണ്ട്, ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരാനുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പം നമ്മൾ എത്ര ദിവസം ഒന്ന് ചവിട്ടി പിടിച്ചതിൽ നല്ല കണ്ടന്റ് ഇനി ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കിയത്. കാരണം എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇനി വരുന്നത് ഫുൾ മാറിയിട്ടാണ് ഗൈസ്. അപ്പം എന്തായാലും അതിനെല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ സിനുവിൻ്റെ അവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ ഓള് ഇടുന്നതാവും, കല്യാണവും കാര്യങ്ങളൊക്കെ ഓള് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കാണാം, സിനുവിൻ്റെ ചാനലിൽ കാണാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓളെ ചാനലിൽ വരുന്ന കേട്ടോ. പൈസ ഞാൻ എടുക്കുന്നുള്ളൂ. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഫ്ലൈറ്റിൽ കയറുന്ന കാണാം ഗൈസ്. ഇനി ഒന്ന് ഇങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്. ഇത് ഫ്ലൈറ്റിൻ്റെ ഇങ്ങനെ ഈ ആക്ക്, ഫ്ലൈറ്റിന്റെ ചിഹ്നാക്ക്. ഫ്ലൈറ്റിന്റെ ചിഹ്നാക്കാതെ നാളെ കയറ്റൂല. അങ്ങനെ തമ്പനയിൽ കൊടുക്കാനാണ് ഫ്ലൈറ്റിന്റെ ചിഹ്നം. ഞാൻ ഒക്കെ നിങ്ങളാക്ക്. ഇത് സോണിയാഗാന്ധി കൈ പൊക്കിയമാതിരി അതല്ല, ഇങ്ങനെ തമ്പനയിൽ കൊടുക്കാനാണ്. അതായത് ഉമ്മ ഫ്ലൈറ്റിൽ കയറുന്നതിന്റെ തമ്പനയിൽ കൊടുക്കാനാണ്. അതായത് ഇങ്ങനെ. ഇത് പാമ്പ് പടലിൽ ഇങ്ങനെ ഇങ്ങനെ ആക്ക്. അങ്ങനെയൊന്നും കൊണ്ടോണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കിയായി. ഇതാണ് ഫ്ലൈറ്റിന്റെ ചിഹ്നം. നിങ്ങളാ കൈയാക്ക്, ഈ കൈ ഇങ്ങനെ. ഇനി ആ ക്യാമറയ്ക്കൊക്കെ ചെറുക്കി ഇയാക്ക്.